Good morning, all. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് റാണി മാം ആണ്. മാമിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാം ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? ഓക്കെ, താങ്ക് യു സജന. ഗുഡ് മോർണിംഗ് എവരി വൺ. എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ? അതെ അതെ, അവിടെ നല്ല അങ്ങനെ തന്നെയല്ലേ? ചൂടല്ലേ? ഓ സുഖം. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് ശരി, ഇവിടെ അതിഭയങ്കര ചൂടാ. നമുക്ക് തുടങ്ങിയാലോ? യെസ്. ഇന്നത്തെ ദിവസം വളരെ അല്ലേ, നാട്ടിലൊക്കെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. എലക്ഷൻ, എല്ലാവരും ഓടി നടക്കുകയാണ്. ഒരുപാട് മുഖം മൂടിയിട്ട ആളുകളെ കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു ദിവസം. നമ്മളും എല്ലാവരും മുഖം മൂടിയിട്ടിട്ടാണ് എല്ലാ ദിവസവും പുറത്തിറങ്ങുക എന്നാണ് പറയുക അല്ലേ? ശരിക്കും ഒരു സത്യമാണല്ലേ? ശരിക്കും നമ്മുടെ ഒറിജിനൽ ഫേസ് ഒന്നും ആരും കണ്ടിട്ടില്ല. നമ്മൾ തന്നെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ശരിക്കും നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുഖമായിരിക്കും, ഓഫീസിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖം അല്ലെ? ഓഫീസിൽ പോകുമ്പോൾ ബെസ്റ്റ് എംപ്ലോയി മാസ്ക് അങ്ങോട്ട് നമ്മൾ എടുത്ത് ഇടുകയാണ് ചെയ്യുക. പിന്നെയോ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലോ ഒരു ഹാപ്പി മാൻ എന്ന മാസ്ക് എടുത്തിടും. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പെർഫെക്റ്റ് ലൈഫ് എന്നൊരു മാസ്കാണ് നമ്മൾ ഉപയോഗിക്കുക. സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ മാസ്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ദിവസവും കുറച്ച് ദിവസങ്ങളുമാണ് കടന്നുപോയത് അല്ലെ? വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയുന്ന വലിയൊരു സമൂഹത്തെയാണ് നമ്മളിപ്പോ ഈ കുറച്ച് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മാസ്ക്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഇഷ്ട നമ്മുടേതല്ലാത്തതായ ഒരു മുഖം മറ്റുള്ളവരെ കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റിയലി ഹൂ വി റിയലി ആർ. അതെ, സത്യം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ യഥാർത്ഥ വികാര വിചാരങ്ങളെയൊക്കെ അടക്കി വെച്ചിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന നമ്മുടെ മറ്റൊരു മുഖമാണ് നമ്മുടെ ഈ മാസ്ക്. പക്ഷെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ, നമ്മൾ കാണിച്ചതൊന്നുമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ വേറൊരാളായിട്ടാണ് എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് തോന്നുക, അയ്യോ ഇത്രയൊക്കെ ഞാൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആ കണ്ണൊന്ന് നനയുമ്പോഴാണ് നമുക്ക് തോന്നുക, ഓ ഞാൻ ഇതായിരുന്നു എന്ന്. അപ്പോ ശരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത്തരം മുഖംമൂടികളെ കുറിച്ചിട്ടാണ്. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ധരിക്കുന്നത്? ഈ മുഖംമൂടി എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? എത്ര കാലം നമുക്കിങ്ങനെ ഇതൊക്കെ ധരിച്ചു വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? ഞാന് ഒരു 2-3 ചോദ്യം ചോദിക്കാം. നിങ്ങൾ അതിന്റെ ഉത്തരം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരുകയോ ചെയ്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ അകത്ത് കരഞ്ഞോണ്ട് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ളവരുണ്ടോ ഇതിനകത്ത്? അടുത്ത ചോദ്യം, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ വളരെ ടയേർഡോ തളർന്നോ സങ്കടപ്പെട്ടോ വിഷമിച്ചോ ഒക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും ആരെങ്കിലും നമ്മുടെ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, എങ്ങനെയുണ്ട്, സുഖാണോ? നമ്മൾ വളരെ കൂളായിട്ട് പറയും, യെസ് ഐ ആം ഫൈൻ. ചിലപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് അങ്ങനെ ചെയ്യുന്നവരില്ലേ? അങ്ങനെ ചെയ്യാറില്ലേ എല്ലാവരും? ഉണ്ടോ? പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഭയന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരും ഉണ്ടാവും അല്ലേ? യെസ്.
ഇപ്പോ ഈ ചാറ്റ് ബോക്സിലും നിങ്ങളുടെ മനസ്സിലും എല്ലാവരുടെ ഉള്ളിലും ഒരു വൈ അല്ലെങ്കിൽ ഒരു എസ് എന്ന ഉത്തരമാണ് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം നമ്മള് മനുഷ്യരാണ്. നമ്മൾക്ക് കുറെ മുഖംമൂടികൾ ആവശ്യമാണ് ഈ സമൂഹത്തില് മുന്നോട്ട് പോവാനായിട്ട്. അകമേ കരയുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കേണ്ടി വരാറുണ്ട്. കാരണം നമുക്ക് നമ്മളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ സ്വയമേ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോ നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കാണിക്കാതെ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര ഒരു തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ട് നമ്മൾ തളർന്നിട്ടുണ്ടാവും, ശാരീരികമായിട്ട് തളർന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ നോ പറയാൻ തയ്യാറാവാതെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നമുക്ക് കുറെ സമൂഹം അല്ലെങ്കിൽ സാഹചര്യം നമ്മൾ വളർന്നു ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് കുറെ നോയും മെസ്സും ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താല് നമ്മൾ നല്ല കുട്ടിയാവില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ നോകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മെസ്സിനേക്കാൾ കൂടുതൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നോകളാണ്. അപ്പോ ആ സമൂഹത്തിൽ നമ്മൾ വളർത്തി ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിക്കോട്ടെ നമ്മുടെ സാഹചര്യമായിട്ട് വന്നിരിക്കുന്ന അതൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് അവരോടൊക്കെ ഒരു എസ് പറയും, അല്ലെ? ഇപ്പോ എനിക്കിന്നിപ്പോ രാവിലെ എഴുന്നേക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നൊന്നും തോന്നില്ല, നേരം കിടന്ന് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ചാല് പറ്റില്ല. എനിക്ക് രാവിലെ എഴുന്നേക്കണം, ഹസ്ബൻഡിനെ പറഞ്ഞു വിടണം. എന്താ നിങ്ങളോട് ഇപ്പൊ ഇന്ന് രാവിലെ സജിനോ ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ, ഗുഡ് മോർണിംഗ്. അപ്പോ ഗുഡ് മോർണിംഗ് ക്ലാസ് എടുക്കാന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനു വേണ്ടി വരണം. അതെനിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് തോന്നണേ ഇന്ന് വേണ്ട, ഇന്നോട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ സമൂഹത്തിനോട് നമ്മൾ കുറച്ച് കമ്മിറ്റ്മെന്റ് ഉത്തരവാദിത്വം ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടത്തിനപ്പുറം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനപ്പുറം നമ്മൾ പലപ്പോഴും യെസ് പറയാറുണ്ട്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളിലും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള യെസ്സുകളായിരിക്കും അധികം, അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിട്ടുണ്ടാവുക? നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞ ഈ മാസ്ക് ധരിക്കുന്നത്? ഉത്തരവുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ലതായിട്ട് നമ്മളെ തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതെ, മറ്റുള്ളവർ അപ്രൂവൽ സീക്കിംഗ് ആണ് നമ്മുടെ ഒരു ലക്ഷ്യം. മറ്റുള്ളവർ നമ്മുടെ നല്ലവരായിട്ട് കാണണം. ആരും നമ്മൾ മോശമായിട്ട് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെന്താണ് സെൽഫ് പ്രൊട്ടക്ഷൻ. നമ്മുടെ വേദനകള് മറ്റുള്ളവർ അറിഞ്ഞാല് അവർ നമ്മളെ പരിഹസിക്കുമോ എന്ന ഭയം. സമൂഹത്തിൽ എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ. എന്നുവെച്ചാൽ ഡ്രസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ഹാപ്പി ആണെന്നും നമ്മൾ എല്ലാം കൊണ്ടും സംതൃപ്തരാണെന്നും സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള നമ്മുടെ മടി, ഇതൊക്കെയാണ് നമ്മളൊരു വലിയ മാസ്കിലൂടെ കവർ ചെയ്തിട്ട് സമൂഹത്തിൽ നിൽക്കുന്നത്. സോഷ്യൽ പ്രഷർ ഉണ്ടാവാറുണ്ട് നമുക്ക്, അല്ലെ? സോഷ്യൽ പ്രഷർ ഉണ്ടാവാറുണ്ട്. നമ്മൾ കരയുന്നത് ബലഹീനതയാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് നോക്കൊരു 5-6 വയസ്സ് അല്ലെങ്കിൽ അത്രയുള്ള ഒരു കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾക്ക് വേദനിച്ചാൽ നമ്മൾ കരയും, അങ്ങനെയല്ലേ? വേദനിച്ചാൽ കരയും, ചിരിക്കേണ്ടി വന്നാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും. അത് സ്ഥലമോ സന്ദർഭമോ ഒന്നും നോക്കില്ല. അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്. നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ വികാരങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിച്ചിരുന്നു. പക്ഷേ നമ്മൾ വളർന്നു വരുന്നതോടും കൂടി നമ്മളെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി എല്ലാം കൊണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ കരയണത് നമ്മുടെ ബലഹീനതയാണ്. നമ്മളെ കുറവുകൾ സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നത് നല്ല ശീലമല്ല. നമ്മൾ എപ്പോഴും ചിരിച്ച് പ്രസന്നമായിട്ട് മറ്റുള്ളവരെ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ സമൂഹം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇത് നമ്മളെ ഒരു മാസ്ക് ധരിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ, നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമെ മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ ഒരു മാസ്ക് ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുക.
നമ്മൾ ഈ മാസ്ക് ധരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ കഥ പറയാം. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എല്ലാവരുടെ ഇടയിൽ വളരെ പ്ലസന്റ് ആയിട്ട് ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു. ആരെയും സഹായിക്കാനുണ്ടാവും, ഉം, എന്ത് കാര്യത്തിനും വിളിച്ചാലുണ്ടാവും, എപ്പോ വിളിച്ചാലും കിട്ടും. ഒരു പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അടുത്ത് വന്നിരുന്നിട്ട് പൊട്ടിക്കരയുന്ന എന്റെ കൂട്ടുകാരെ കണ്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. എന്ത് പറ്റിയാവോ? സമൂഹത്തില് നല്ല വിലയും മാന്യതയും ഒക്കെ ഉള്ള ഒരാളാണ്. നല്ല അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നല്ല ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ പറഞ്ഞത് ഇതായിരുന്നു: എനിക്ക് ചിരിച്ച് ചിരിച്ച് മതിയായി. എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചു. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിച്ച് എന്റെ സ്വന്തം വ്യക്തിത്വം ഞാൻ മറന്നുപോയി. നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? ലോകത്തിന് മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് നമുക്ക് മടിയാണ്. നമ്മുടെ ബലഹീനതകൾ പുറത്തു കാണിക്കുന്ന ഒരു കുറവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തില് ബലഹീനതകൾ തുറന്നു പറയാനുള്ള ധൈര്യമാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോ ആ കരുത്ത് ഉണ്ടാക്കാൻ പറ്റാതെ നമ്മളെടുത്ത മുഖംമൂടിക്കുള്ളില് നമ്മുടെ ജീവിതവും നമ്മുടെ സത്യവും എല്ലാം മരിച്ചു പോകുന്ന ഒരവസ്ഥ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. നമ്മൾ എന്താണെന്ന് തുറന്നു കാണിക്കണമെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് തുറന്നു കാണിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ വല്ലാതെ ശ്വാസം മുട്ടിക്കും. അത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു 10 വയസ്സുകാരൻ ഇടയ്ക്കൊന്ന് നമ്മൾ തോണ്ടി നോക്കുക. നോക്ക്, ഞാൻ ഈ സമയത്ത് വളരെ ഫ്രീ ആയിരുന്നു. എനിക്ക് ശ്വാസം മുട്ടിക്കുന്ന ഒരു മാസ്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഫ്രീ ആയിരുന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിലുള്ള ആ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഒരു ടാസ്ക് കൂടെ ഞാൻ തരികയാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ എന്തായിട്ടാണ് ലോകം കാണുക എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ നന്നായി ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വിജയിച്ച ഒരാളാണ്, ഞാൻ വളരെ ശാന്തനായിട്ട ഒരാളാണ്. അങ്ങനെയുള്ള ഏതായിട്ടായിരിക്കും നിങ്ങളെ സമൂഹം കാണുക എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഒരു പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാർ എന്നെ കാണുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് മനസ്സിൽ ഒന്ന് കുറിക്കൂ കേട്ടോ, എന്താണെന്ന്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ഇനി അതേ ഇതിന്റെ തന്നെ മറുവശം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ ഈ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പേടി എന്താണ്? പരാജയപ്പെടുമെന്ന പേടിയാണോ, അതോ ഒറ്റപ്പെടുമെന്നുള്ള പേടിയാണോ? എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പേടി? എന്താണ് നിങ്ങൾക്ക് തോന്നുക? എല്ലാവരും എഴുതി കുറിച്ചു വെച്ചോ? എല്ലാവരുടെയും മനസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് ആരോടും കാണിക്കോ അല്ലെങ്കിൽ ആരോടും പറയാനോ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾ എഴുതിയതിന്റെ ഈ രണ്ടാമത് എഴുതിയ ഉത്തരവില്ലേ, അതാണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ പേടി നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ശരിയായ നിങ്ങൾ. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ മാസ്ക് മാറ്റാനുള്ള ഒരു ആദ്യ പടി. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല കറേജും നല്ല ധൈര്യവും സമൂഹത്തെ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം മാസ്കുകൾ നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഒരു കോമാളിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം ഈ പകല് മുഴുവൻ ആൾക്കാരെല്ലാം, നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ചിരിപ്പിക്കുന്ന ഒരു കോമാളി ഉണ്ടായിരുന്നു. ഒരു രാത്രി അയാൾ വലിയൊരു വിഷാദവുമായി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുക. അപ്പോ ഡോക്ടർ സംസാരിച്ചു, എന്താ കാര്യം? അയ്യോ ഡോക്ടർ, എനിക്ക് എന്റെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് സാഡ്നെസ്സിൽ പോണു, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സങ്കടം എന്നൊക്കെ പറയാണ്.
അപ്പോ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് സർക്കസിൽ ഒരു കോമാളി ഉണ്ട്, നിങ്ങൾ ദിവസവും വൈകുന്നേരം പോയിട്ട് അയാളുടെ കളിയൊന്ന് കണ്ടു നോക്കൂ, നിന്റെ വിഷമൊക്കെ മാറും. അപ്പോ ഒരു നിമിഷം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടർ, ആ കോമാളി ഞാൻ തന്നെയാണ്. നമ്മളിൽ പലരും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ വളരെ മിടുക്കരാണ്, അല്ലെ? ഉപദേശിക്കാൻ നമ്മളൊക്കെ വളരെ മിടുക്കന്മാരാ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനായാലും, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന മാർഗനിർദ്ദേശം കൊടുക്കാനായാലും, അയാളെ ആശ്വസിപ്പിക്കാനായാലും എല്ലാത്തിനും നമ്മൾ മിടുക്കന്മാരാ. നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ കടന്നു വരും. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോഴോ നമ്മളിങ്ങനെ സ്തംഭിച്ചു നിൽക്കും, അല്ലെ? എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാതെ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് വേണമെന്നറിയില്ല. ഇത്തരം അവസ്ഥകളെയൊക്കെയാണ് നമ്മൾ ഈ മാസ്കിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. നമ്മളുടെ തന്നെ ഉള്ളിലെ നമ്മളുടെ തന്നെ സത്വത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമുക്ക് ആശ്വാസം വേണം, എനിക്ക് എന്നെ ഒരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, എന്നെ കേൾക്കാൻ ഒരാള് വേണം എന്ന് പറയാനൊക്കെ നമുക്ക് പേടിയാണ്, നമുക്ക് ഭയമാണ്. ഐ ഹാവ് ടു ബി സ്ട്രോങ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. ഏറ്റവും വലിയ അപകടകാരിയായ ഒരു മുഖംമൂടി കൂടിയാണത്, നമുക്ക് തുറന്നു പറയാനുള്ള കഴിവില്ലായ്മ. ഈ മുഖംമൂടി ധരിച്ചു നടക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ എളുപ്പമൊന്നും അല്ല കേട്ടോ. അതിന് വളരെ വലിയ ഒരു ഊർജമാണ് നമ്മൾ ചെലവാക്കി കളയുന്നത്. ദിവസം അവസാനം ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു തളർച്ച തോന്നും. ഇത് ജോലിയുടെ ഒന്നല്ല, പകരം നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ മാസ്കിന്റെയാണ്. മുഖംമൂടിയോടാണ്, അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിട്ടുള്ള മാസ്കിനെയാണ് നമ്മൾ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആ മാസ്കിനെയാണ് മറ്റുള്ളവർ കണ്ടിഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ട് അംഗീകരിക്കുന്നതും. അത് ശരിക്കും യഥാർത്ഥത്തിലുള്ള നമ്മളല്ല. അപ്പൊ ശരിക്കും അവർ നമ്മളെയാണോ ഇഷ്ടപ്പെടുന്നത്? അല്ല, നമ്മളെ അല്ല ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എന്താണോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്, ആ നമ്മൾ ഇട്ടിട്ടുള്ള ആ മാസ്കിനെയാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് നമ്മളെ അല്ല. അപ്പോ നമ്മളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെ? നമ്മളെ അല്ല അവർ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനസ്സ് പിന്നെ ഈ ഇങ്ങനെ ബലം പിടിച്ചിട്ട് നമ്മളിങ്ങനെ മനസ്സിലെല്ലാം ഒതുക്കി കൂട്ടി വെച്ച് ഒന്നും തുറന്നു പറയാതെ, ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വിമ്മിയിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ സംഘർഷം കൊണ്ട് നിറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഈ സമ്മർദ്ദം, ഈ തുറന്നു പറച്ചിലില്ലാത്ത സങ്കടങ്ങൾ, ഇതൊക്കെ ഉറക്കമില്ലായ്മയിലേക്കൊക്കെ നമ്മളെ എത്തിക്കാറുണ്ട്, അല്ലെ? ഉറക്കമില്ലായ്മ ഇതിന്റെ ഫലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയിയുടെ കഥ നമ്മൾ കേട്ടു, അല്ലെ? നമ്മുടെ മുന്നിൽ അയാൾ എത്രയോ വലിയൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് സമ്പത്തും ഒരുപാട് സൗഭാഗ്യങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? അയാൾ മരിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എത്രയോ വലിയൊരു സമ്മർദ്ദത്തിലായിരിക്കണം ആ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവുക ഓരോ ദിവസവും. ഞാന് ഈ റോയി മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഡിക്കൻസൺ റോഡിൽ പോയി വരുമ്പോൾ പുള്ളിയുടെ ഓഫീസ് അവിടെയാണ്. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മനുഷ്യൻ ഈ കാറ് വന്ന് നിന്ന് കഴിയുമ്പോൾ ഇയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തൊട്ട് ബാക്കിൽ നിന്ന് ഈ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ ഓടി ഇറങ്ങി വരും. എന്ന് വെച്ചാൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് ഇയാൾ സ്വയം ഡ്രൈവ് ചെയ്യുന്നതാണ്. ഡ്രൈവർ ഉണ്ടാവുമായിരിക്കും ആ കൂട്ടത്തിൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഡ്രൈവർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സ്വയം ഡ്രൈവ് ചെയ്ത് ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ ഞാൻ ഒരു നിമിഷം നോക്കി നിന്നിട്ടാണ് ഞാൻ എന്റെ വണ്ടിയിലേക്ക് കയറിയത്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ പോലും ഞാൻ വിചാരിച്ചു, ഓ സോ ഹാപ്പി, എന്തൊരു വലിയ നല്ല മനുഷ്യനല്ലേ. എന്താ വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളായിരുന്നു. ഇതൊരു വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. ചെറിയ കാലം കൊണ്ട് ഒരുപാട് വളർന്ന ഒരു സംരംഭമായിരുന്നു ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. അപ്പോ അയാളെ കാണുമ്പോൾ ഞാനും വളരെ ആരാധനയോട് കൂടിയിട്ടാണ് നോക്കിയത്. ഓ, ഇത്ര വലിയൊരു മനുഷ്യൻ എന്റെ അടുത്തേക്കൂടെ പോകുന്നു, ഞാൻ കണ്ടു എന്നുള്ളൊരു സമയം. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ ആലോചിച്ചത്, നമുക്ക് ഡ്രൈവ് ചെയ്ത് പോരാനുള്ള ഈ തിരക്കില് വളരെ സമാധാനത്തോടെ ഡ്രൈവ് ചെയ്ത് പോരാനുള്ള അയാളുടെ ഒരു മനസ്സുണ്ടല്ലോ, ഡ്രൈവറെ അടുത്ത സീറ്റിൽ ഇരുത്തിയിട്ട്. അപ്പൊ
ബ്ലാക്ക് കാറ്റ്സ് ഓടിയ ഡ്രൈവിംഗ് സീറ്റിൽ വരുന്നപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്, അപ്പൊ റോയി ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതില്. ആ ഒരു മനുഷ്യന്റെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം ആ ഒരു മനുഷ്യന്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ട്. നമ്മൾ അത്രയും നാള് വളരെ ഗംഭീരമായി കൊണ്ടു നടന്നിരുന്ന ഒരു ബലൂൺ പൊട്ടിപ്പോയ ഒരവസ്ഥ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യനെ ഒരു ന്യൂസിലോ എന്തെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ ഒരു കേസാണ് കഫേ കോഫിയുടെ സിദ്ധാർത്ഥ മല്ലിയ. അദ്ദേഹവും വളരെ പരിചിതനായ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ വളരെ പ്രശസ്തനായ ഒരു കഫേ കോഫിയുടെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബ്രാൻഡ്, നല്ല കോഫിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സംരംഭകൻ എന്ന നിലയിൽ വളരെ പേരെടുത്തൊരു വ്യക്തിയായിരുന്നു. അവരൊക്കെ ആത്മഹത്യ ചെയ്യും എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം നമ്മളൊന്നും ഒരിക്കലും എത്തിയിരുന്നില്ല. അപകട മരണമായിരിക്കും സിദ്ധാർത്ഥിന്റേതെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു ചെറിയ നോട്ടിലൂടെ അയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോ ഇത്തരം മാസ്കുകൾ പലപ്പോഴും നമുക്ക് വല്ലാത്തൊരു ഭാരമാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആ മാസ്ക് ഒക്കെ അഴിച്ചു വെച്ച് സ്വന്തം കണ്ണാടിക്ക് മുന്നിലോ ഏറ്റവും കൂടുതൽ നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഒരാളുടെ മുന്നിലോ ഒന്ന് തുറന്ന് നമ്മൾ എന്താണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇന്നതാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. പക്ഷെ ആ പരിധിയിലൊന്നും ഉൾക്കൊണ്ട് നിൽക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഉയരാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാമോ, ആ ശക്തിയിലൂടെ ഒക്കെ നിങ്ങൾക്ക് പോവാം. അതിന് നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഭാഗം, അല്ലെങ്കിൽ വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിജു സാറിന്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു കൺസിസ്റ്റൻസിയെ കുറിച്ച്. ഇന്നലെ സൂസൻ മാമിന്റെ ക്ലാസ്സിൽ സൂസൻ മാം പറഞ്ഞു കൺസിസ്റ്റൻസിയെ കുറിച്ച്. ഈ ഒരു വാക്ക് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോ ദിവസത്തിൽ ഒരു 5 മിനിറ്റ് സ്വന്തം ഞാൻ എന്താണ് എന്ന് അവനവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്. ഇത് നിങ്ങൾ സമൂഹത്തിന് മുന്നിലൊന്നും കാണിക്കണമെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് കൊണ്ട് എല്ലാ സത്യങ്ങളും മറ്റൊരാളുടെ അടുത്ത് പോയി തുറന്നു പറയണമോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് എവിടെയാണോ ആശ്വാസം വേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ റിലാക്സ് ചെയ്യപ്പെടേണ്ടത്, ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് സ്വയം ശുശ്രൂഷിച്ച് പരിശോധിച്ച് അതിനുള്ളൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാല് നമുക്കിങ്ങനെ തൂവല് പോലെ പറന്നു കിടക്കാം. കേൾക്കുമ്പോ നല്ല സുഖമുണ്ടല്ലേ? പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുമ്പോ തന്നെ പലരുടെ ഉള്ളിലും ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കണ്ടോ, ഇതൊക്കെ ചെയ്യാം, ആട്ടെ ശരി, ഞാൻ നാളെ തന്നെ ആവട്ടെ, ഞാൻ നന്നായിട്ടുള്ള കാര്യമുള്ളൂ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ നന്നായാലും ശരിയാവില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒന്ന് കുറച്ച് തണുത്തു കൊടുത്താൽ പിള്ളേർ എന്റെ തലയിൽ കയറും. അല്ല, ഞാൻ വരുമ്പോ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിയോൻ എന്നെ സമ്മതിക്കത്തില്ല അല്ലെ. ഞാനിപ്പോ കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ആരും എനിക്ക് ബഹുമാനം തരത്തില്ല. ഇതൊക്കെ നമ്മുടെ കുറെ മിഥ്യാധാരണകളാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആരും നമ്മുടെ പെർഫെക്ഷൻ അല്ല നോക്കുന്നത്, അല്ലെ. നമ്മുടെ സത്യസന്ധമായ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സത്യസന്ധമായ ഇടപെടലുകൾ, അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളുടെ ഒരു വാക്ക് നൽകുന്ന ആശ്വാസം, ഇതൊക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. പെർഫെക്റ്റ് ആയ മനുഷ്യരെ ആൾക്കും ഇഷ്ടമല്ല. കാര്യം എന്താണ്? നമ്മളാരും പെർഫെക്റ്റ് അല്ല. ആരൊക്കെയും പറയാമോ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന്? ഇല്ല അല്ലേ. നമുക്ക് സ്വയം അറിയുന്നിടത്തോളം അത്ര നമ്മളെ വേറെ ആരും അറിയുന്നില്ല. നമുക്കറിയാം നമ്മൾ പെർഫെക്റ്റ് ഒന്നുമില്ല, ഉറപ്പാ കാര്യത്തില്. ഇനി ഇതിന് ആരെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ളവരുണ്ടോ? എന്നെ കൈപോക്കാട്ടോ. ഞാൻ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയ ആളെ അന്വേഷിച്ച് കിടക്കുക. ഒന്നുണ്ടെങ്കിൽ കാണിക്കൂ കേട്ടോ. അപ്പോ നമ്മുടെ സത്യസന്ധമായ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുടെ ഉള്ളില് അടുത്തേക്ക് നമ്മൾ ഈ മാസ്ക് ഒക്കെ ധരിച്ച് പോകേണ്ടതുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. മാസ്ക് ധരിക്കുന്നത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു തടസ്സമാവുന്നുണ്ടെങ്കിൽ, അതൊന്ന് അഴിച്ചു വെക്കാനായിട്ട് സമയമായി എന്ന് കരുതുക. നിങ്ങളായിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു വിജയം ജീവിതത്തിലില്ല. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും വിഷമവും ഒക്കെ ഒരു സമയത്ത്
നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകി, ചുണ്ടൊക്കെ നന്നായി വിതുമ്പി, നെഞ്ചിലെ ഭാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു രൂപമുണ്ട്. ഒരു 2 മിനിറ്റ് കണ്ണടച്ചിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു അകത്തെ വെളിച്ചമുണ്ട്. അതിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോ മാസ്ക് മാറ്റാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞു, മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നമ്മളുടെ മാസ്ക് മാറ്റാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞു. മാസ്ക് മാറ്റുക എന്ന് പറഞ്ഞതിനർത്ഥം എല്ലാവരോടും പോയിട്ട് എല്ലാ രഹസ്യങ്ങളും പറയുക എന്നല്ല കേട്ടോ. എന്നാ പിന്നെ മാസ്ക് മാറ്റി എല്ലാവരോടും ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പോയി പറഞ്ഞേക്കാം എന്നാലും വിചാരിച്ചേക്കല്ലേ. നമ്മുടെ സമൂഹം വളരെ ഭൂഷിതം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരുപാട് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതിനേക്കാളും അപ്പുറമാണ് നമ്മുടെ സമൂഹം. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരാകുക എന്നതാണ് ചെയ്യേണ്ടത്. നമ്മുടെ കുറവുകളെ സ്നേഹിക്കുക. നമ്മുടെ കുറവുകളൊക്കെ നമ്മളൊന്ന് അംഗീകരിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ മാസ്കിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമ്മുടെ കുറവുകളെ അംഗീകരിക്കാൻ തയ്യാറാവില്ല. ലോകത്തെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്വയം സമാധാനത്തോടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോ എല്ലാ മാസ്കുകളൊക്കെ ധരിച്ച് എല്ലാവരുടെയും മുന്നിലും എല്ലാമായി വന്നാൽ പോലും വീട്ടിലെത്തുന്ന സമയം നിങ്ങളുടെ മാസ്കുകളൊക്കെ നിങ്ങളൊന്ന് അഴിച്ചു വെക്കുക. എന്നിട്ട് റിയൽ ലൈഫ് അല്ലെങ്കിൽ ശരിയായ നിങ്ങൾ എന്താണോ അതിനെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. സ്വയം സമാധാനത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിങ്ങളുടെ സമാധാനം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓസ്കാർ വൈൽഡ് പറഞ്ഞ പോലെ, ബി യുവർ സെൽഫ്, എവരി വൺ എൽസ് ഈസ് ഓൾറെഡി ടേക്കൺ. നിങ്ങൾ നിങ്ങളായിരിക്കുക. മറ്റുള്ളവരായിരിക്കാൻ ഇതിനോടകം ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവരെ അനുകരിച്ച് അവരായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അങ്ങനെ ആവണ്ട. നമ്മൾ എന്താ ചെയ്യുക? നിങ്ങളായി തന്നെ ഇരിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്കായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ഈ മാസ്ക് ധരിക്കുന്നത് ഒരു ഭാരം തന്നെയാണെന്ന് പറഞ്ഞു. നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മൾ അറിയാതെ തന്നെ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വേറൊരു മുഖമാണ് കാണിക്കുന്നത്. ഇതിന് ശരിക്കും നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നത് ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിന്റെ അടുത്തൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരാളുള്ളത് എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലതാണ്. ടു ബി ഏബിൾ ടു ഷെയർ വിത്ത് ദം വാട്ട് യു റിയലി ഓണസ്റ്റ്ലി ഫീൽ ആൻഡ് ദേ നോ ഹൂ യു റിയലി ആർ. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ അതുപോലെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പൊ ആ സമയത്തെങ്കിലും നമ്മൾ അവരുടെ അടുത്തുള്ളപ്പോഴെങ്കിലും റിയലി ട്രൂലി ബി അസ്. സമൂഹത്തിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ പെരുമാറേണ്ടതുണ്ടല്ലോ. സോ യു ഓൾവേസ് ഹാവ് എ മാസ്ക്. നമുക്കത് എടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല പലപ്പോഴും. യു ഹാവ് ടു ഷോ. അതെ, സാഹചര്യം നമ്മൾ അനുവദിക്കാറില്ല അതിനു വേണ്ടിയിട്ട്. നമ്മൾ പറയാറുണ്ട് ചിരിക്കാന് സന്തോഷിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ കരയാൻ നമുക്കങ്ങനെ ആരും ഉണ്ടാവാറില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവൻ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, ഏറ്റവും സിൻസിയർ ആയിട്ട് നമ്മളെ തന്നെ തുറന്നു കാണിക്കാൻ പറ്റുന്ന അതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ആയിരിക്കുമ്പോഴെങ്കിലും നമുക്ക് ആ മാസ്ക് ഒക്കെ ഒന്ന് അയച്ചു വെക്കാൻ പറ്റും. അതെ, ആ മാസ്ക് അഴിച്ചു മാറ്റുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഫ്രീ ആവുന്നു എന്നും നമ്മൾ എത്രത്തോളം ആ ജീവിതത്തിന്റെ ലാഘവത്വം അനുഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മള് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മുഴുവൻ മാസ്കുകളാണ് അല്ലെ. ഒരു റിയൽ ആയിട്ടുള്ള ഒരാൾ ഇന്നത്തെ ദിവസത്തിന് അത് എക്സ്പെഷ്യലി ഉണ്ട്. ആ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇതിനപ്പുറം നടക്കുന്നതൊക്കെ വേറെയാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അതൊക്കെ വിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ശരിക്കും. സോ വെരി ഗുഡ്. എല്ലാവർക്കും ഒന്ന് ഇരുന്ന് ചിന്തിക്കത്തക്ക പോലെയുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. സോ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സുസൻ മാം. ഓക്കെ.
എല്ലാവരും വോട്ട് ചെയ്യാൻ പോകാനുള്ള തിരക്കിലാണോ? പോളിംഗ് ബൂത്തിലേക്ക് അല്ലേ? രാവിലെ തന്നെ പോയി വോട്ടൊക്കെ ചെയ്ത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. മാസ്ക് നമ്മുടെ ഇപ്പോഴുള്ള ഈ ചുറ്റുപാടില് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഞാൻ സ്വയമായാലും ഈ മാസ്ക് ധരിച്ചിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിനെ, അതായത് നമുക്ക് ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നായകൻ നായികയായാലും ചിലപ്പോ ഇഷ്ടപ്പെടുന്നത് ആ കഥാപാത്രത്തെ ആയിരിക്കും. അതും ഒരു മാസ്ക് തന്നെയാണല്ലോ. അവരുടെ ആ അപ്പൊ ആ ഒരു വ്യക്തിയെ അല്ലായിരിക്കും ഇഷ്ടപ്പെടുന്നത്, മിക്കവാറും ആ വ്യക്തി അവിടെ അഭിനയിക്കുന്ന കഥാപാത്രത്തെ ആയിരിക്കും. അപ്പൊ അതെ, തീർച്ചയായിട്ടും. അതൊരു മാസ്ക്, മറ്റത് റിയൽ ലൈഫ്. ആ പേഴ്സൺ റിയൽ ലൈഫും ആണല്ലോ. നല്ല രീതിയിൽ തന്നെ മാം അത് ഡിസ്ക്രൈബ് ചെയ്തു തന്നു. കൺഗ്രാചുലേഷൻ മാം. താങ്ക് യു. ശരിക്കും നമ്മള് അവതരിപ്പിക്കുന്ന ആ മാസ്കിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. അവര് നമ്മളെ അല്ലാട്ടോ ഇഷ്ടപ്പെടുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ അല്ല ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കാണിക്കുന്ന ആ മാസ്കിനെയാണ്. അപ്പൊ അത് യഥാർത്ഥ സ്നേഹം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കറക്റ്റ് ആണ് മാം. അതുപോലെ തന്നെ 1000-1 ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലുണ്ടായിരിക്കും. 1000-ലുള്ള ഒരൊറ്റ ഫ്രണ്ടുമായിട്ട് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പം ആ മാസ്കിനെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ നമ്മുടെ മൈൻഡിൽ ലഭിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇത്തരം ഫ്രണ്ടുകളെയൊന്നും ദിവസം വിളിക്കണമെന്നോ പറയണമെന്നോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഒരു ഫോൺ വിളിക്കപ്പുറം അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം അയാളുണ്ട്, നമുക്ക് കരയാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടിച്ചെല്ലാം എന്നൊരു വിശ്വാസമുണ്ട് നമ്മുടെ. അത് നമ്മൾ ജീവിക്കാൻ തരുന്ന വളരെ ഒരു വലിയൊരു ഇതാണ് അല്ലെ, പ്രചോദനമാണ്. ശരിക്കും പ്രചോദനമാണ്. അത് ചിലപ്പോ നമ്മുടെ അച്ഛനമ്മ ബ്ലഡ് റിലേഷനിൽ നിന്ന് ഒന്നും ആയിരിക്കില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ, അത് ഒരൊറ്റ ഫ്രണ്ട് മാത്രം മതി. ബാക്കിയുള്ളവർ മിക്കവാറും മാസ്ക് ആയിരിക്കാം. അതെ, എന്നും ഓടിച്ചെല്ലാൻ അങ്ങനെ ഒരാളുണ്ടെന്നൊരു വിശ്വാസം അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവണം ലൈഫില്. താങ്ക് യു മാം. ഗുഡ് ഇൻഫർമേഷൻ. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ. താങ്ക് യു. പിന്നെ നമ്മള് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും അല്ലെ. ഐഡിയൽ ആണ് ഈ മാസ്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ നമ്മള് മാസ്ക് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോ ഓർത്തു. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ മാമിന്റെ പ്രസന്റേഷൻ എനിക്കൊരു, നമ്മള് കൂളായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കൂലേ, ഈ റേഡിയോയിലൊക്കെ കേൾക്കുന്ന ചില ഇതുണ്ടാവാറില്ലേ, ആ ഒരു ഫീല് ഇടക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. ഇതിന് നല്ലൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല ഫ്രണ്ട് ആവുക എന്നുള്ളതാട്ടോ. നമ്മൾ എന്താണോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു നല്ല ഫ്രണ്ട് ആവുക, അപ്പൊ നമുക്കും കിട്ടും നല്ല ഫ്രണ്ടിനെ. നമ്മളും കൊടുക്കണം. അതെ. താങ്ക് യു. താങ്ക് യു സുജീല. ഗുഡ് മോർണിംഗ് മാം. ഹായ്, ഗുഡ് മോർണിംഗ്. സർ പറയൂ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല ഇങ്ങനെ ആളുകളൊക്കെ പിടിച്ചിരുത്തി പറക്കി കൊടുക്കുന്ന ഒരു സെഷനില് അവിടെ ഇരുന്ന് പോയി മാമിന്റെ ട്യൂണില്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ മാസ്ക് മാറ്റിയിട്ട് നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് അങ്ങനെ തോന്നണില്ല. അങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ സമൂഹം അങ്ങനെ പഠിപ്പിച്ചു പോയി. ഇനി പറ്റില്ല. അതാണ് നമ്മളെ ശരിക്കും ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ലൈഫ് ഫുൾ ഓഫ് ആക്ടിങ്. എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ, മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ഈ ഇരിക്കുന്നത് പോലും അല്ലെ,
സുസന ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അത് ശരിയാണ്, സത്യമാണ്. ഇതാണ്. ആ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ പുറകില് ബാക്ക് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട്. ഈ പറയുന്നതുണ്ടെങ്കിൽ ഉണ്ട്. പോലും നമ്മുടെ ബാക്ക് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉം. ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അവിടെ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ മുൻധാരണയോട് കൂടിയിട്ടാണ് ഒരുമാതിരി എല്ലായിടത്തും പോവുക. അല്ലെ, ഒരു കല്യാണ അതെ വീട്ടിൽ പോകുന്ന പോലെയല്ല നമ്മൾ ഓഫീസിൽ പോവുക. അപ്പൊ നമ്മൾ ഓഫീസിലെ പോണത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു അതെ ഓഫീസ് മാസ്ക്, ഒരു എംപ്ലോയി നല്ലൊരു ഇതിന്റെ ഇട്ടിട്ടാണ് നമ്മൾ ഇടണം. പോവുക. അതെ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാൻ അതെ പറ്റില്ല ഈ ലൈഫുള്ളൂ. സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്താ പറയാ, യെസ് യെസ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുന്ന ഈ പോസ്റ്റുകളൊക്കെ കണ്ടാൽ വിചാരിക്കും ലോകത്ത് ഏറ്റവും മോശം നമ്മളാണെന്ന്. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവങ്ങൾ അല്ലേ? അതെ അതെ അതെ. ഞാൻ ഈ ഒരു വിഷയത്തിൽ പലരുമായിട്ടും തർക്കിച്ചിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയേ ലൈഫ് ഫുൾ ഓഫ് ആക്ടിങ് ആണ്. അപ്പൊ അതെ പലരും തീർച്ചയായും. ഇതിനെതിരെ ഇങ്ങനെ പറയും, അല്ല ഞങ്ങൾ റിയൽ ആണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറ്റില്ല. പറ്റില്ല. നമ്മളായിരിക്കുന്നത് നമ്മളെ ആ പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രം നമുക്ക് നമ്മളാവാം. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ആക്ടിങ് ആണ് വെരി നമ്മൾ ട്രൂ. ശരിക്കും. പറഞ്ഞു അത്രയ്ക്ക് ധൈര്യം വേണം, അത്രയ്ക്ക് കറേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അതെ. പറയൂ സൂസന്ന. അന്നാ സോറി. പറയാൻ വന്നത് ഇറ്റ് ഇസ് വെരി ട്രൂ എന്നാണ്. പിന്നെ അവിടെ ഒരു അവാർഡ് ഉണ്ട്, അത് കളക്ട് ചെയ്യാൻ ഓർത്തോണേ. അതെ. ഒരു അവാർഡ് ഇട്ടിട്ടുണ്ട് അവിടെ സജ്ന. അത് അത് കളക്ട് ചെയ്യാൻ ഓർത്തോണേ എന്ന് പറയായിരുന്നു. Okay. അപ്പൊ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. Thank you, Ansar sir. ഈ ആക്ടിങ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞങ്ങളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ആക്ടിങ് ആണ് കാര്യമായിട്ടൊക്കെ പറയാറുണ്ട്. അത് സാറ് പിന്നെ ഇടയ്ക്കിടെ ഓരോ റീലൊക്കെ ചെയ്യും വൈഫിനായിട്ടൊക്കെ. ഭയങ്കര ആക്ടിങ് ആണ്. അത് ശരി. അപ്പൊ സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, എന്നാലല്ലേ റീൽസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഈ ആക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരുടെ അടുത്തും നമ്മൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇപ്പൊ നമ്മുടെ ലൈഫിലായാലും ഫ്രണ്ട്സിന്റെ അടുത്തായാലും ചിലപ്പോ നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവൂല അല്ലെ, ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട്. അപ്പൊ നമ്മള് അവിടെ ഒരു ഫ്ലെക്സിബിൾ ആവുമ്പോഴല്ല ഒരു ആക്ടിങ് എന്ന് പറയുന്ന സംഭവം വരിക. ഫ്ലെക്സിബിൾ ആണ്. സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം നേടണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയി തന്നെ നിന്നേ പറ്റുള്ളൂ അല്ലേ? അതെ അതെ, അതെ അതങ്ങനെയാണ്. ഈ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേറെ വേറെ മുഖങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതെ. അത് ശരിക്കും നമ്മളുടെ രീതി എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാല് എവിടെയും നമ്മൾ കണക്റ്റ് ആവാൻ പറ്റൂല അല്ലേ? അത് പലപ്പോഴും കണക്റ്റ് ആവാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ അംഗീകരിക്കുന്നവർ, അല്ലെങ്കിൽ അവൻ ഇതാണ് എന്ന് അംഗീകരിക്കുന്ന അവർക്ക് നമ്മൾക്കൊപ്പം കണക്റ്റ് ആവാൻ പറ്റും. നമ്മൾ അതാണ്. ചിലരെ പറയില്ലേ, വഴക്കൊന്നും പറയണ്ട, അല്ലെങ്കിൽ ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല, അവൻ അങ്ങനെയാണ് എന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ? അതെ അതാണ് ശരിക്കുള്ള നമ്മളെ അംഗീകരിക്കുന്നവര്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് എവിടെയാണോ നിൽക്കാൻ പറ്റുന്നത്, അതാണ് നമ്മളുടെ സേഫും സ്ഥിരവും സമാധാനവും നൽകുന്ന സ്ഥലം. അത് വളരെ അപൂർവം മാത്രമാണ് നമ്മളിപ്പോ കാണാറുള്ളതെന്ന് മാത്രം. ഇതാ റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊക്കെ തരത്തിലുള്ള റീൽസാ കാണുന്നത് അല്ലെ? നമ്മൾ ചിലപ്പോൾ അവർ നേരിട്ട് കാണുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അർച്ചന മാം ഒരു അനുഭവം പറഞ്ഞായിരുന്നു. അർച്ചന മാമിനെ വളരെ നേരിട്ട് അറിയുന്നവരാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ലോകത്ത് ഇവരാണ് ഏറ്റവും നല്ല ഇതെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സംഭവം അർച്ചന മാം പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മയില്. അതുപോലെയാണ് നമ്മൾ കാണുന്നവരെല്ലാവരും. അതിനകത്ത് വളരെ കുറച്ച് മാത്രമാണ് സത്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സോഷ്യൽ മീഡിയ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അവൻ അങ്ങനെ പോയി എനിക്കും പോണം, അത് അവര് കണ്ടില്ലേ, അത് അങ്ങനെയാണ്, അതൊന്നും വേണ്ട. നമുക്ക് എന്താണോ അത് മനസ്സിലാക്കി നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഇതല്ലേ ഏറ്റവും വലിയ കാര്യം അല്ലേ? സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ വല്ല കാര്യമുണ്ടോ?
ഇനി ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും കുട്ടികൾ? പറയാനുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ എന്നാ എല്ലാരും ആ വോട്ടൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുമായിരിക്കും. അതാ അതെ അതെ. ഇന്ന് വോട്ടിന്റെ ബഹളമാണ്. എന്നാ റിസൾട്ട് വരുന്ന കുറെ ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അല്ലേ? മെയിലാന്ന് തോന്നുന്നു. ഓക്കേ. സമയമുണ്ട്. അതെ. ആ അപ്പൊ നമുക്ക് അതും ഒരു വൈൻഡപ്പ് ചെയ്യാലേ. അന്നേരം അവരുടെയൊക്കെ എല്ലാവരുടെയും നെഞ്ചില് ഭയങ്കര ആദിയായിരിക്കും അതുവരെ റിസൾട്ട് വരുത്തണ വരെ. പക്ഷെ അതെ കൊറേയൊക്കെ ഒന്ന് തണുക്കില്ലേ മാം? അല്ലേ? കൊറേ ഒന്ന് അല്ല, കൊറേന്ന് പറഞ്ഞ സമൂഹത്തിൽ തണുക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്ക്. വെയിറ്റ് ചെയ്യുന്നവർക്ക് ആളുകൾക്ക് അവരുടെ ഇത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അല്ലാത്തവർക്ക് അതൊന്ന് തണുത്ത് കിട്ടും. അതെ, ബാക്കിയുള്ളവർക്ക് നമ്മൾക്കൊന്നും എനിക്ക് തോന്നുന്നു അതുമായിട്ട് ഡെഡിക്കേറ്റഡ് അല്ലാത്തവർക്കൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. അതെ ഇല്ല. ഈ ഇലക്ഷന്റെ പിന്നിൽ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അതെ. പാർട്ടി ഉം. പ്രവർത്തകര്. ഉം. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് എല്ലാവരും ബുദ്ധിമുട്ടുകൾ തോന്നും. അതെ, എല്ലാവരും സമാധാനമായിട്ട് പോയി വോട്ട് ചെയ്യുക അല്ലേ? എക്സസൈസ് യുവർ എനിക്ക് വോട്ടില്ല. ഞങ്ങൾക്ക് വോട്ടില്ല. അതെന്താ? സാധാരണ ഞാൻ ഇവിടെയാണ്, ബാംഗ്ലൂരാണ്. സാധാരണ എന്റെ നാട്ടില് ഞാൻ 2 പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോ അവരെന്നോട് പറയും, മാം ഈ വോട്ടൊക്കെ ആരോ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് സാധാരണ. അതുകൊണ്ട് ഞാൻ ആ പണിയൊക്കെ നിർത്തി. അതാ, ശരിക്കും നമുക്ക് ഒത്തിരി പേർക്ക് ഈ ആ, പ്രശ്നമുണ്ട്. നമ്മളല്ലാത്ത അതെ, നമ്മുടേതല്ലാത്ത സ്ഥലത്തായതുകൊണ്ട്. സത്യം വിളിച്ചു എന്റെ പറയണ്ട, നമ്മുടെ റെക്കോർഡിങ് കേട്ടോ. അല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. എന്റെ അച്ഛനാണ് വീട്ടിൽ ആദ്യം വോട്ട് ചെയ്യാൻ പോവുക. അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ചിലപ്പോ ഞങ്ങളോട് പറയും, ഇനി ആരും വോട്ട് ചെയ്യാൻ പോണ്ട കേട്ടോ, നിങ്ങളുടെ വോട്ടൊക്കെ രാവിലെ ആരോ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മളാരും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് പോകുന്ന ആളുകളല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷൻ മുതലാണ് എനിക്ക് തോന്നുന്നു ഈ ആധാർ കാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ അതിനൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോ ഇതേപോലെ നമ്മള് വോട്ട് ചെയ്യാൻ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കാതെ ആ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് വരൂ എന്ന് പറയും. ഇതൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ പറയാ, എന്റെ 26ാമത്തെ വർഷമാണ്. ഞാൻ ഒരു പ്രാവശ്യമാണ് പോളിംഗ് ബൂത്തിൽ പോയത്. ചെന്ന് കഴിഞ്ഞപ്പോ അവരിതുപോലെ പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള എന്റെ ഒരു എന്താ പറയാ ആകാംക്ഷയുണ്ട്. നമുക്കൊരു ഇതുണ്ടല്ലോ, ഇതെന്താ സംഭവം എന്ന് അറിയണം എന്നൊക്കെ ഉള്ളൊരു വോട്ട് ചെയ്യാൻ. അതിക്ക് മുമ്പ് ഞാൻ എന്റെ നാട്ടിൽ വെച്ച് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഇലക്ഷൻ ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട് കടത്തപ്പെട്ടു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ പിന്നെ എന്റെ ഒരു എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു തോന്നലിലാണ് ചെന്നത്. അപ്പൊ അവരൊന്നും വോട്ട് ചെയ്തു. പക്ഷെ കംപ്ലൈന്റ് ചെയ്യാനോ അങ്ങനത്തെ വഴികളൊന്നും പല സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല. ഇപ്പോ ഇനി അടുത്ത ഇലക്ഷന് ഞാൻ എന്തായാലും ഇപ്പോ എന്താ നമ്മുടെ ഒരു ലിസ്റ്റ് ഒക്കെ തന്നല്ലോ. അപ്പൊ ഞാൻ അതിനകത്ത് എന്റെ ആധാർ കാർഡും ഇതൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോ എന്റെ പേരുണ്ട്, ഹസ്ബൻഡിന്റെയും പേരുണ്ട്. അപ്പൊ അടുത്ത വർഷം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എന്തായാലും ഞാൻ വോട്ട് ചെയ്യും. എന്നിട്ട് വേണം എനിക്കും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ. അതെന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അപ്പൊ ഇനി എല്ലാവരും 5 വർഷം കാത്തിരിക്കണം. ഇല്ല ഇനി ഞങ്ങൾക്ക് 2.5 വർഷം കൂടിയേ ഉള്ളൂ. 2 വർഷം കൂടിയേ ഉള്ളൂ. അവിടെ അല്ലേ? അവിടെ ഇവിടെ എനിക്ക് നാട്ടിലോട്ടുണ്ടാവുമെന്ന് തോന്നണില്ല. ഇപ്പൊ എല്ലാവരും കുറെ വെട്ടിക്കളയൊക്കെ ചെയ്തില്ലേ, അപ്പൊ എന്നെയൊക്കെ അവര് കളഞ്ഞിട്ടുണ്ടാവും. വെട്ടിക്കളഞ്ഞല്ലേ? കുറെ പേരുടെ ലിസ്റ്റ് എടുത്തപ്പോ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഓക്കെ, നല്ല ദിവസം നമുക്ക് ആശംസിക്കാം. സമാധാനമായിട്ട് പോയി വോട്ട് ചെയ്യാനും ബഹളങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ. അതെ, നല്ല ദിവസമായിരിക്കട്ടെ അതെ, എല്ലാവർക്കും. അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, മുന്നോട്ട് സമാധാനത്തോടെ പോവാൻ കഴിയട്ടെ. exactly. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay, bye bye. താങ്ക് യു. ബൈ.